നമ്മളിന്ന് ചക്കയുടെ പൂഞ്ഞ് തീയൽ വയ്ക്കുകയാണ്. ഇതാണ് ചക്കയുടെ പൂഞ്ഞ്. ഇതിൽ നിന്ന് ചക്കയെല്ലാം പിച്ചിപ്പറിച്ചെടുത്തിട്ട് ഈ പൂഞ്ഞെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചക്കപ്പൂഞ്ഞ് എടുക്കുമ്പം ഭയങ്കര കട്ടിയുള്ള പൂഞ്ഞ് എടുക്കല്ല്, ചെറുതായിട്ടൊരു സോഫ്റ്റായിട്ടിരിക്കുന്ന പൂഞ്ഞ് വേണം എടുക്കാൻ. ഞാനിതിപ്പോൾ കൂഴച്ചക്കയുടെ പൂഞ്ഞാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കിതിലേക്ക് കുറേ ചക്കക്കുരുകൾ വേണം, അതും വൃത്തിയാക്കി എടുത്തു. ചക്കയുടെ പൂഞ്ഞ് വൃത്തിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം. ചക്കക്കുരുവും പൂഞ്ഞും കൂടെ നല്ലതുപോലെ കഴുകിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറേ കൊച്ചുള്ളി വേണം. അപ്പം കൊച്ചുള്ളി ഉരിച്ചെടുക്കണം. അപ്പം നമുക്കിന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. നമുക്കിതെല്ലാം കറിയും വെച്ച് ചോറൊക്കെ കഴിച്ചിട്ട് വേണം തിരുവനന്തപുരത്ത് പോയി നെഹിയെ വിളിച്ചിട്ട് വരാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു. ഇനി ഇത് പൂഞ്ഞ് കണ്ടിച്ച് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ചെറിയ സ്ക്വയർ പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഈ കറി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. ഇതുകൊണ്ട് തന്നെ നമുക്ക് തോരന് റെഡിയാക്കാം. ഇനി അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടു. ഇനി നമുക്കിത് ചക്കക്കുരു വട്ടത്തിലാണ് കണ്ടിച്ചെടുക്കുന്നത്. ഒരു ചക്കക്കുരു 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതും വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും പിന്നെ ഒരു സവാളയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു തേങ്ങയുണ്ട്, അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു 3-4 കൊച്ചുള്ളിയും 2 തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തേങ്ങ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫാക്കി. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് മുളക് മല്ലിയെല്ലാം ഒന്ന് മൂത്ത് കിട്ടും. തീ ഓഫാക്കിയ ശേഷമാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പൊടി ഇരുന്ന് കരിഞ്ഞു പോകും. നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റാം. അതിനുശേഷം ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. തണുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് അരച്ചുകൂടെ എടുക്കണം. ഇനി ഞാൻ ഈ ചട്ടി കഴുകുന്നില്ല, ഇതിൽ തന്നെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങയെല്ലാം നല്ലതുപോലെ കോരി എടുത്ത ശേഷം നമുക്കിതിൽ തന്നെ അടുത്തതായിട്ട് കറി വയ്ക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കൊരു 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ പൊട്ടി വരട്ടെ. ചക്കക്കുരുവിന് അല്പം വേവ് കൂടുതലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യം ചക്കക്കുരുവും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ചക്കപ്പൂഞ്ഞ് ചേർക്കത്തുള്ളൂ. ചക്കപ്പൂഞ്ഞിന് അധികം വേവില്ല, അതുകൊണ്ട് അത് നമുക്ക് പകുതിയാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് കടുകിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഈ എണ്ണയിലിരുന്ന് തന്നെ ചക്കക്കുരു ഒന്ന് വാടി കിട്ടും. അപ്പം നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്കക്കുരു ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്കപ്പൂഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരല്പം നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് എനിക്ക് ചക്കയും കൂടെ വേവിക്കാനായിട്ട് വെക്കണം. അപ്പം ഞാൻ ചക്കയ്ക്കുള്ള അരപ്പെല്ലാം ചതച്ചെടുത്ത് ചക്കയൊന്ന് വേവിക്കാൻ വെച്ചിട്ട് വരാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിരുന്ന തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ചക്കപ്പൂഞ്ഞ് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മിക്സി കഴുകി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും നേരമായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ കറിക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറി മസാലയാണ്. അപ്പോൾ 1 സ്പൂണ് കറി മസാലയോ ചിക്കൻ മസാലയോ ഏതായാലും ഉള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കറി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്തിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് തിളച്ചാൽ വന്നാൽ മതി, തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നാൽ മതി. അപ്പം ഞാനിതിപ്പം അടുപ്പിൽ കണലുള്ളത് കൊണ്ട് തിളച്ചപ്പോഴത്തേന് ഇറക്കി അടുപ്പിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നല്ലതുപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക പൂഞ്ഞ് കറി. ഇവിടെ എല്ലാവർക്കും ഈ കറി ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇറച്ചിക്കറി തിന്നുന്ന അതേ ഫീലിൽ നമുക്ക് തിന്നാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതും കൂട്ടി ചോറൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് റെഡി ആവാൻ. അതിനുശേഷം വേണം നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോയിട്ട് വരാനായിട്ട്. അപ്പോൾ ചോറൊക്കെ ഞാനൊന്ന് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേറെ റെസ്റ്റ് എടുത്ത് നമ്മൾ വൈകിട്ടൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫ്ലാറ്റൊക്കെ കണ്ടു. എനിക്ക് ഈ ഫ്ലാറ്റ് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ദാണ്ട് നാലാഞ്ചിറ മാറിവാനീസ് കോളേജിൻ്റെ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മോൾ ഇതിനകത്താണ് പഠിക്കുന്നത്, ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ മാറി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനകത്താണ് മോളുടെ ഹോസ്റ്റൽ. അപ്പോൾ ഞങ്ങൾ വിളിക്കാനായിട്ട് പോവുകയാണ്. ഇതിനകത്ത് തന്നെയാണ് ബ്രില്യൻറ്റിൻ്റെ നമ്മുടെ കോച്ചിങ് സെൻറ്റർ വരുന്നത്. ഇത് വിദ്യാലയ സ്കൂളാണ്. ഇതാണ് മോളുടെ ഹോസ്റ്റൽ, അൽഫോൺസ ഹോസ്റ്റലാണിത്. അപ്പോൾ നമുക്ക് നേരെ മേളിൽ പോയിട്ട് വേണം വളഞ്ഞിറങ്ങി അപ്പുറത്തെ സൈഡ് വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മേളിലോട്ട് കയറി പോവുകയാണ്. ഇനി ഇവിടുന്ന് വളഞ്ഞ് നമ്മൾ താഴെ പോയി ഇന്ന് എല്ലാവരും കൊച്ചുങ്ങളെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരുമായിട്ടൊരു തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും മോളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അവളെ എടുത്ത് ഞങ്ങൾ അടുത്തത് ലുലുവിലേക്ക് പോവുകയാണ്. നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ലുലുവിലെത്തിയത്. പിന്നെ ലുലുവിനകത്തുള്ള കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഷോപ്പിങ്ങൊക്കെ ആയിരുന്നു. ഒരു മിക്സിയൊക്കെ മേടിക്കാമെന്നുള്ള രീതിക്ക് പോയത്. അപ്പം മിക്സി അത്ര വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ അത് എടുത്തില്ല. പിന്നെ കുറച്ച് ഹൈപ്പറിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് ഫുഡുകൾ കഴിച്ചു. ഒരുപാട് നാളായി നമ്മളിലെ റോളിൻ്റെ ഐസ്ക്രീം കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്തായാലും നമ്മളത് കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ആ വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ലുലുവിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഒരു 10 മണി, 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ റോള്, ഐസ്ക്രീം റോള്. കിറ്റ്കാറ്റിൻ്റെയാണ് ഞങ്ങൾ മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലുലു പോകുമ്പോഴത്തേന് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ ഇതുണ്ട്, വാങ്ങിച്ച് കഴിക്കുക. ഇതിൻ്റെ റേറ്റ് 150 രൂപയെ താഴെയുള്ളൂ. 100-150 ഇടയ്ക്കേ ഉള്ളൂ. ഓരോ ഫ്ലേവറിൻ്റെ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഞങ്ങളിപ്പോൾ കിറ്റ്കാറ്റിൻ്റെയാണ് പറഞ്ഞിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ മേടിച്ചു. വണ്ടിയിൽ വന്ന് കയറി. നമ്മൾ ഫുഡ് കോർട്ടിൽ കയറി ഫുഡ് കഴിച്ചു. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലുലു കണക്റ്റിൽ കയറി. അവിടെ കയറിയപ്പോഴത്തേനും നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തതാണ് ഇതൊക്കെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഹൈപ്പറിലേക്കാണ്. അവിടെ കയറി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു 9:30 ആയപ്പോഴത്തേനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്കെല്ലാം അമ്പലങ്ങളിൽ ഉത്സവമായതുകൊണ്ട് മൊത്തം ലൈറ്റ് സെറ്റിങ്ങുകളായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ഒരു 11:30-12 മണി ആയപ്പോഴത്തേന് വീട്ടിലെത്തിച്ചേർന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം.